കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കരിവള്ളൂരിലാണ്. കരിവള്ളൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സമര പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ളൊരു മണ്ണാണിത്. വലിയ കർഷക സമരങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും ചൂഷണങ്ങൾക്കുമെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു മണ്ണാണ് കരിവള്ളൂർ. കരിവള്ളൂരിൻ്റെ മണ്ണിൽ ജനിച്ച് ബാംഗ്ലൂർ വഴി, കർണാടക വഴി ദില്ലിയിലെത്തിയ ഒരു പൊളിറ്റിക്കൽ ലീഡറെ തേടിയാണ് ഞങ്ങൾ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു പേരെത്തി, ഡോക്ടർ വിജു കൃഷ്ണൻ. അതുവരെ ഒരുപക്ഷെ മലയാളികളുടെ സുപരിചിതമായ നാമങ്ങളിലൊന്നും പെട്ടെന്ന് കടന്നു വരാത്ത, നല്ല പൊളിറ്റീഷ്യൻസിന് ആ നാമം ഓർമ്മയുണ്ടാവും, പക്ഷേ സാധാരണക്കാരുടെ മനസ്സിൽ ആ പേര് അത്ര സുപരിചിതമായിരുന്നില്ല. ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി, ആരാണ് ഡോക്ടർ വിജു കൃഷ്ണൻ, എവിടെയാണ് അദ്ദേഹം, മലയാളിയാണോ, എങ്ങനെയാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലെത്തിയത്? അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിത യാത്രയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി കരിവള്ളൂരിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് കർണാടകയിൽ വിദ്യാഭ്യാസം നടത്തി, ദില്ലിയിൽ ഉപരിപഠനത്തിന് പോകുന്നു, വീണ്ടും ബാംഗ്ലൂരിൽ കർണാടകയിൽ തിരിച്ചെത്തുന്നു. അവിടുത്തെ ഏറ്റവും വലിയ കോളേജ് സെൻറ്റ് ജോസഫ്സ് കോളേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അഡ്മിഷൻ, ഏതൊരു വിദ്യാർത്ഥിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി അവിടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ HOD ആയി ആദ്യ ബാച്ചിൻ്റെ തന്നെ തുടക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ അധിപനായി മാറിയ ഒരു അധ്യാപകനിൽ നിന്ന് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന, കൃത്യമായ പ്രാദേശിക തലത്തിൽ ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പരമോന്നതമായ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡോക്ടർ വിജു കൃഷ്ണൻ. വിജു കൃഷ്ണൻ ആരാണ്, എവിടെ തുടങ്ങുന്നു, അദ്ദേഹത്തിൻ്റെ ബാല്യം എന്താണ്, കൗമാരം എന്താണ്, അദ്ദേഹം ഇപ്പോൾ നടന്നു വന്ന വഴികൾ ഏതൊക്കെയാണ് ഒന്നറിയാനുള്ള ശ്രമമാണ് സക്സസ് സ്റ്റോറി നടത്തുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ വിജു കൃഷ്ണനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞങ്ങളെ ഈ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർ വിജു കൃഷ്ണൻ എന്ന പേര് കാണാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് താങ്കൾ ഓടി വരുന്നില്ല. ഓടി വരാതിരിക്കാൻ കാരണം കേരള രാഷ്ട്രീയത്തിൽ താങ്കൾ അത്ര സജീവമായി കണ്ടിട്ടില്ല. അപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോഴാണ് താങ്കൾ ഒരു വ്യത്യസ്തമായ വഴികളിലൂടെ നടന്നു കയറിയ ഒരു പൊതുപ്രവർത്തനാണെന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ തേടി ഞങ്ങൾ വന്നത്. അറിയണം താങ്കളെ, സഞ്ചരിക്കണം താങ്കളിലൂടെ. ജനിച്ചത് എവിടെയാണ്? ഞാൻ ജനിച്ച കണ്ണൂർ കരിവള്ളൂരിൽ തന്നെ. കരിവള്ളൂരിൽ തന്നെ. അച്ഛൻ ഈ കരിവള്ളൂരിലെ ചീറ്റ പ്രദേശത്തു നിന്നാണ്. അച്ഛൻ നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിങ്ങിലെ സയൻറ്റിസ്റ്റായിട്ട് പി കൃഷ്ണൻ. അമ്മ ശ്യാമള. അത് ഈ നിങ്ങൾ ജനിച്ച നാട്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു ഇവിടെ? 4 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയോടൊപ്പം. അന്ന് അമ്മ ഇവിടെ താമസിക്കുന്നു, അച്ഛൻ ജോലി സ്ഥലത്താണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി? അതെ, അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇവിടെ 4 വയസ്സ് വരെ അച്ഛൻ ഇങ്ങനെ വന്നു പോകുന്ന, ജോലി സ്ഥലത്ത് നിന്ന് വന്നു പോകുന്ന ആള് അമ്മയോടൊപ്പം തറവാട്ടിൽ താമസിക്കുന്നു. അങ്ങനെ ആയിരിക്കണം. ചോദിച്ചിട്ടില്ല ഒരിക്കലും ചെറുപ്പത്തിൽ? ചോദിച്ചിട്ടില്ല. ഇത് 4 വയസ്സ് വരെ എങ്ങനെയായിരുന്നു ആ കാലഘട്ടം എന്നുള്ളത് ചോദിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ 4 വയസ്സ് വരെയുള്ള ഓർമ്മയാണ് താങ്കൾക്കുള്ളത്. കരിവള്ളൂരിലെ 4 വയസ്സുകാരന് എന്തെങ്കിലും ഓർമ്മ ബാക്കിയുണ്ടോ ഓർമ്മയിൽ? എനിക്ക് അന്ന് ബാലവാടി പോകുന്ന ഓർമ്മയുണ്ട്. അമ്മമ്മേന്റെ കൂടെ പോവുമായിരുന്നു. അംഗൻവാടി. എന്താണ് അതിന്റെ ഒരു ഓർമ്മ? കാരണം അത്രയും പഴക്കമുള്ള കരിവള്ളൂർ എന്ന് പറഞ്ഞാൽ വലിയ അതിന്റെ ഒരു ഓർമ്മ അന്ന് ഒരുപക്ഷെ ഈ അവിടെ ഉപ്മാവും മുട്ടയും ഒരു കോഡ് ലിവർ ഓയിലിന്റെ ക്യാപ്സ്യൂലും ഒക്കെ തരുമായിരുന്നു എന്നില്ല ഒരു ഓർമ്മ. അതാണ് ഓർമ്മയിലുള്ളത്. 4-ാം വയസ്സിൽ എങ്ങോട്ടാണ് പറിച്ചു നടപ്പെടുന്നത്? ആദ്യം നമ്മൾ പോയത് നാഗപ്പൂരും പന്നയിലായിരുന്നു, മധ്യപ്രദേശ്. പിന്നെ നാഗപ്പൂർ കുറച്ചു കാലം ഉണ്ടായിരുന്നു. യു പി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, നാഗ്പൂർ. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ 78 മുതൽ. പ്രൈമറി വിദ്യാഭ്യാസം നഴ്സറി, സ്കൂൾ തലമൊക്കെ ബാംഗ്ലൂരിലായിരുന്നു. നഴ്സറി നാഗപ്പൂർ ചേർന്നിരുന്നു, പക്ഷേ പിന്നീട് ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ്. ബാംഗ്ലൂരിൽ വന്നിട്ട് അവിടുത്തെ ഒരു പ്രൈമറി കാലഘട്ടം ഏത് വിദ്യാലയത്തിലാണ് പഠിച്ചത്? അത് സരസ്വതി വിദ്യാലയം എന്നായിരുന്നു, ബാംഗ്ലൂർ സഞ്ജയ് നഗറിൽ. പിന്നീട് അത് ഡാഫഡിൽസ് ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ് ഇന്ന് അറിയപ്പെടുന്ന ഡാഫഡിൽസ് ഇംഗ്ലീഷ് സ്കൂളായി. അവിടെ എത്ര ക്ലാസ് വരെ പഠിച്ചത്? അവിടെ 7-ാം ക്ലാസ് വരെ. എന്താണ് ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ? കാരണം ഒരു മലയാളിയായ ഒരു കുട്ടിയാണ്, കർണാടകയിലെ ബാംഗ്ലൂരിലാണ് പഠനം,
കന്നഡ നാട്ടിലാണ്. ആ കാലഘട്ടത്തിൽ ഓർമ്മ എങ്ങനെയാണ്? 7ാം ക്ലാസ് വരെയുള്ള ഓർമ്മ. അത് കൂർഗിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ഒരു എംപ്ലോയി ഭീമയ്യ, പി കെ ഭീമയ്യ. പൊതുവെയുള്ള ആളുകളുടെ കൂടെ ഭീമയ്യ ഉണ്ടാവും. അപ്പോൾ ഭീമയ്യ സാർ നടത്തിയ ഒരു സ്കൂളാണ്. അപ്പോൾ ഭീമയ്യ സാർ മുമ്പ് കക്കില്ലായ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് കർണാടകയിൽ ഈ മംഗലാപുരം ഭാഗത്തും മറ്റും അവരുടെ കൂടെ പ്രവർത്തിച്ച് മറ്റേ സ്വാതന്ത്ര്യ സമരത്തിലും മറ്റും പങ്കെടുത്തൊരു ആളാണ്. അപ്പോൾ ആ ഭീമയ്യ സാർ നടത്തിയ ഈ ഡാഫഡിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഭീമയ്യെ കണ്ട ഓർമ്മ പരിചയം ഒക്കെ ഉണ്ടോ ആ കാലഘട്ടത്തിൽ? ഉണ്ട്. പഠിക്കുന്നതിനിടയിൽ അതിനിടയിൽ നിരന്തരം കാണുമായിരുന്നു. ഉണ്ടാവും. അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ എന്താണ് ആർജി? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ 7ാം ക്ലാസ് പ്രൈമറി തലത്തിൽ തന്നെ താങ്കളിലേക്ക് ഒരു കമ്മ്യൂണിസം കടന്നു വരാനുള്ള ഒരു സാഹചര്യം കൂടെ ഉരുത്തിരിയുന്നു. അല്ല, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു പക്ഷെ ആയിരിക്കില്ല. പക്ഷെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കക്കില്ലായ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ട് വളരെ അടുത്ത അങ്ങനെ ഒരു നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഒരു പോമ്പുടി ഏറ്റുകിടക്കും, കല്ലിനും കൊണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ സ്കൂളിൽ തുടക്കത്തിൽ വളരെ ഒരു ചെറിയൊരു സ്കൂളാണ്. ചിലപ്പോൾ മഴയൊക്കെ വന്നാൽ അന്ന് പിന്നെ സ്കൂള് ഉണ്ടാവില്ല, അങ്ങനെ ഒരു. പക്ഷെ അത് ഹൈസ്കൂളായി മാറണം എന്നുള്ളൊരു ആശ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താങ്കൾക്ക് അങ്ങനെ? ഇത് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ തന്നെ വേണം എന്നില്ലേ. അവിടെ പിന്നീട് അത് ഹൈസ്കൂളായി. ഇന്ന് വലിയ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ്. താങ്കളുടെ മാതാപിതാക്കൾക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു? അച്ഛൻ തീർച്ചയായിട്ടും. അച്ഛൻ അടുത്ത കരിവള്ളൂർ എന്ന മണ്ണിന്റെ പ്രത്യേകത കൊണ്ടാണോ അല്ല അദ്ദേഹത്തിന്റെ? അന്നത്തെ സാഹചര്യം, മണ്ണിന്റെ പ്രത്യേകതയും. അച്ഛൻ്റെ വീട്ടിൽ സഖാവ് നായനാറും സഖാവ് സുബ്രഹ്മണ്യ ഷെണോയും ഒക്കെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. പോലീസിൻ്റെ ആ സമയത്തെ ഒരു വീട്ടിൽ കയറി അതൊക്കെ കണ്ട ഒരാളാണ്. മറ്റേ ഇതിൽ യൂത്ത് ഫ്രണ്ടിലും മറ്റും പ്രവർത്തിച്ചു. യുവജന സംഘടനകളൊക്കെ ജോലി കിട്ടിയതിനു ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ അച്ഛനെ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു. ഗോൾ കീപ്പറായിട്ട് യങ് മെൻസിന് വേണ്ടി കളിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ എ വി കുഞ്ഞമ്പു സഖാവിൻ്റെ കൂടെ സഖാവ് അസംബ്ലിയിലും മറ്റും ഇല്ലപ്പോൾ സ്ഥിരം പോവുമായിരുന്നു. എന്തെങ്കിലും പറ്റുന്ന സഹായമൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ബന്ധം തീർച്ചയായിട്ടും. ബാംഗ്ലൂരിൽ 7ാം ക്ലാസ് പഠനത്തിന് ശേഷം പിന്നെ എവിടെയാണ് പഠിക്കുന്നത്? പിന്നെ സെന്റ് ജോസഫ് ഇന്ത്യൻ ഹൈസ്കൂൾ ബാംഗ്ലൂരിൽ തന്നെ. അതെവിടെയാണ്? ബാംഗ്ലൂരിൽ എവിടെയായിട്ടാണ്? ബാംഗ്ലൂരിൽ അത് കോർപ്പറേഷൻ സർക്കിൾ എന്ന് പറയും. അതിന്റെ അത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ മലയാളികളെ കൊണ്ട് നിറഞ്ഞ ഒരു നഗരമാണ്. അപ്പൊ ആ പ്രദേശത്തിന്റെ പേരും ആ സ്കൂളും പറയുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷത്തിലധികം മലയാളികൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ. ഈ 10ാം ക്ലാസ് വരെയുള്ള താങ്കളുടെ പഠനകാലത്ത് ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കടന്നു വരുന്നുണ്ടോ മനസ്സിലേക്ക്? ഇല്ല, ആ സമയത്ത് തീർച്ചയായിട്ടും ഇല്ല. ഒന്ന് ആ സമയത്ത് കാണുന്നത് എൻ്റെ അമ്മമ്മ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ അമ്മമ്മേൻ്റെ അടുത്തുനിന്ന് അച്ഛൻ്റെ അമ്മയുടെ വീട് എവിടെയായിരുന്നു ശരിക്കും? അത് ഓണക്കുന്ന്, കരിവള്ളൂർ തന്നെ. കോൺഗ്രസ് സ്വാധീനമുള്ള പ്രദേശമാണോ? അല്ല, കോൺഗ്രസ് സ്വാധീനമുള്ള പ്രദേശമല്ല. പക്ഷേ മുമ്പേ കോൺഗ്രസ് ഫാമിലി അല്ല, അമ്മമ്മ മാത്രം. അത് അച്ചാച്ചൻ തുരുത്തി ഭാഗത്ത് കാസർഗോഡ്. അപ്പോൾ അച്ചാച്ചൻ മുമ്പ് കർഷക സംഘത്തിലും AKGയെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി കർഷക സംഘം രൂപീകരിക്കാനും അതിന് ഈ കയ്യൂർ സമരത്തിന് ശേഷം സഖാവ് നായനാർ ആദ്യമായിട്ട് ഒളിവിൽ കഴിയുന്നവരെ കൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീടുകളിൽ നായനാരെ പോലുള്ള ആളുകൾ ഒളിവിൽ താമസിച്ചു. അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അല്ലേ? പിന്നീട് അച്ചാച്ചൻ ബ്രിട്ടീഷ് എയർഫോഴ്സിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് എയർഫോഴ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞത് മുംബൈയിലുള്ളപ്പോൾ AKGക്കും EMSനൊക്കെ പുസ്തകങ്ങളും മറ്റും എത്തിച്ചു കൊടുക്കുമായിരുന്നു. പിന്നീട് ഇടതുപക്ഷ അനുഭാവി എന്നുള്ളതുകൊണ്ട് എയർഫോഴ്സിൽ നിന്ന് പുറത്തായ ഒരാളാണ്. അപ്പോൾ പെൻഷനൊന്നും കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാം അസിസ്റ്റൻ്റായിട്ട്
അങ്ങനെ ജോലിക്ക് കയറുകയാണ്. അപ്പൊ ഈ 10ാം ക്ലാസ് കഴിയുന്നു, പിന്നെ പ്രീ ഡിഗ്രി ആണല്ലോ അന്നത്തെ കാലം. അവിടെ പ്രീ യൂണിവേഴ്സിറ്റി അതെവിടെയാണ് പഠിക്കുന്നത്? അത് സെന്റ് അലോഷ്യസ് കോളേജ്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പഠനം. സെന്റ് അലോഷ്യസ് ബാംഗ്ലൂരിൽ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് മുമ്പേ ആർട്സിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് PUC കഴിഞ്ഞിട്ടാകുമ്പോൾ സെൻറ്റ് ജോസഫ് കോളേജിലോട്ട് ആർട്സിലെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഡാഫഡിൽസ് ഇംഗ്ലീഷ് സ്കൂളിൽ ഫീൽഡ് മാർഷൽ കാര്യപ്പ വന്നിരുന്നു. ഞാനൊന്ന് സ്കൂൾ ലീഡറാണ്. അപ്പോൾ ഫീൽഡ് മാർഷൽ കാര്യപ്പ ഈ സ്കൂൾ ഡേ പരിപാടി കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ ഭീമയ്യ സാറിൻ്റെ വീട്ടിൽ സാധാരണ ഒരു ടീ പാർട്ടി മാതിരി, അപ്പോൾ അതിൽ പറഞ്ഞു ഓൾ ആർ ബിക്കമിങ് ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്, യു ഡു MA, യു ഷുഡ് ബിക്കം എ ലീഡർ എന്ന് പറഞ്ഞു. അന്ന് അയാൾ ഫീൽഡ് മാർഷൽ കാര്യപ്പ അങ്ങനെ പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ അന്നും ഉണ്ട്. MA ചെയ്യണം എന്നില്ല ഒരു അദ്ദേഹമാണ് ആദ്യ സ്പാർക്ക്. ഒരു പക്ഷേ തീർച്ചയായും എനിക്ക് പിന്നീട് ഫീൽഡ് മാർഷൽ കാര്യപ്പ എൻഡോവ്മെൻറ്റ് അവാർഡ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു എൻഡോവ്മെൻറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നീട് അങ്ങനെ ഒരു പൊതുപ്രവർത്തകനെ കണ്ടെത്തിയത് ശരിക്കും അദ്ദേഹമാണ് ആദ്യം. അങ്ങനെ ഒരു സൂചന നൽകുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് എവിടെയെങ്കിലും പറയുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ഒപ്പം. കാരണം എനിക്ക് മൂർക്കോത്ത് രാമുണ്ണി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം മൂർക്കോത്ത് രാമുണ്ണി എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. ഈ കഥകളൊക്കെ പങ്കുവെക്കുന്ന കേരളത്തിലെ ആദ്യത്തെ IAS കാരനാണ്, തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ തന്നെ മനസ്സിലാ ക്യാരക്ടർ ഒരു വളരെ ഇമ്പോസിംഗ് ക്യാരക്ടർ, നല്ല ഹൈറ്റും. അതെ, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയലുണ്ട്. ഈ PUC എന്ന് പറഞ്ഞ +12ാം ക്ലാസ് വരെയാണോ ആ കാലഘട്ടത്തിൽ? വേറെന്താണ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത് കലാരംഗത്തോ? വേറെ ഒന്ന് കൾച്ചറൽ പരിപാടികളിൽ പങ്കെടുക്കുമായിരുന്നു. കോളനിയിലത്തെ നാടകങ്ങളും ഗ്രൂപ്പ് സോങ്ങുകൾ അതിലൊക്കെ പങ്കെടുക്കും. ഫുട്ബോൾ കളിക്കുമായിരുന്നു, ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഈ വീട്ടിലുള്ള രംഗങ്ങളുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ അവരൊക്കെ ആയിട്ടുള്ള സംഭാഷണമുണ്ട്. എന്താണ്? അമ്മമ്മ ഒരു കോൺഗ്രസ് കൾച്ചറിൽ വരുന്നു, അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു, അല്ലേ? അല്ല, അത് വീട്ടിൽ അത് കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അച്ഛനും അമ്മയാണ് നമ്മളൊരു ജനറൽ ഒരു ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അച്ഛനും അമ്മയിൽ നിന്നും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സർവകലാശാല. അവിടെ നിന്ന് കിട്ടിയ ഒരു ഓർമ്മയിലിരിക്കുന്ന ഒരു ടിപ്സ് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ജീവിതത്തിൽ പ്രചോദനമായി മാറിയത്? ഒരു പക്ഷേ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം, അത് ആയിരിക്കണം ഏറ്റവും വലിയൊരു. പൊതുവേ ഇങ്ങനെ ഈ സയന്റിസ്റ്റും സർക്കാർ ജീവനക്കാരൊക്കെ ഒരു ചട്ടപ്പടി ജീവിതം നയിക്കുന്നവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അച്ഛൻ. കലാമിനെയാണ് കണ്ടിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ആളുകളെ അല്ല. ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാർക്കും ഈ മലബാർ ഭാഗത്തുള്ളവർക്ക് ശരിക്കും തിരുവനന്തപുരത്തിനേക്കാളും അടുത്താണ്. അതെ അതെ. അപ്പോൾ നിരവധി ആൾക്കാർ വരും ഇവിടെ. BEdും TTC ഒക്കെ പഠിക്കുന്നവരും നമ്മളെ വീട്ടിലോട്ട് എല്ലാവരും വരുമായിരുന്നു. തീർച്ചയായിട്ടും ഒരു സർക്കാർ ജീവനക്കാരന്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം നിന്നിരുന്നു. തീർച്ചയായും. ബിജു, ഒരു ചോദ്യം. ഈ അവിടെ ഡിഗ്രി ബാംഗ്ലൂർ തന്നെയാണ്? അതെ. ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഡിഗ്രി 92-ലാണ്. 92 കാലഘട്ടത്തിലാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് സഞ്ജയ് നഗറിൽ വിവേകാനന്ദ യൂത്ത് അസോസിയേഷൻ എന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. സോഷ്യോ കൾച്ചറൽ ഒരു സംഘടന എന്ന് പറയാം. നമ്മളൊക്കെ ആ സംഘടനയിൽ ചേർന്നുകൊണ്ട് ആ സംഘടന ആദ്യം തന്നെ ഇറ്റ് ഈസ് എ സെക്യുലർ ഓർഗനൈസേഷൻ എന്ന് ബൈലോയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, അപ്പോൾ അന്ന് നടന്ന ആ കലാപത്തിനെതിരെയൊക്കെ സെൻറ്റ് ജോസഫ് കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ഈ കമ്മ്യൂണൽ ഹാർമണി, മതസൗഹാർദ്ദത്തിന് വേണ്ടി വർഗീയതക്കെതിരെയും ഒരു വലിയൊരു മാർച്ചിൽ പങ്കെടുക്കുക. അതാ ഈ താങ്കൾ ഈ പഠിച്ച സ്ഥാപനങ്ങളൊക്കെ ഭയങ്കര അച്ചടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അല്ലേ? അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം. ബാംഗ്ലൂരിലെ ഓൾമോസ്റ്റ് വിദ്യാലയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഡൽഹി നേരെ മറിച്ചാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്.
അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ എങ്ങനെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അത്തരം ഒരു ചിന്തയിൽ ഇല്ല, അത് ഒരു സെൻറ്റ് ജോസഫിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇടപെടുന്ന ഒരു കോളേജാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒന്ന് വർഗീയ കലാപങ്ങളായാലും എവിടെയെങ്കിലും ഈ നാച്ചുറൽ കലാമിറ്റീസ് ആയാലും അതിൽ റിലീഫ് കളക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ വിജുവിലുണ്ടായി. ഇപ്പം നമ്മൾ പുതിയ സിനിമ വന്നല്ലോ എമ്പുരാൻ, അതിൽ ഗുജറാത്ത് കലാപം കാണിക്കുമ്പോൾ ഇന്നത്തെ ഒരു മനസ്സുണ്ടല്ലോ, അസ്വസ്ഥമാകുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കാണുന്നുണ്ട്. ബാബറി മസ്ജിദ് സമാനമാണ്. ഒത്തിരി മനുഷ്യർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾ ഒരുപക്ഷെ ഗുജറാത്തിനേക്കാൾ ഭീകരമായിരുന്നു അത് രാജ്യം മുഴുവൻ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഓർമ്മ എങ്ങനെയാണ് ആ ഒരു ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, നമ്മളിങ്ങനെ കാണുകയാണല്ലോ ലൈവായിട്ട്. നമ്മൾ വീട്ടിൽ വളരെ ചെറുപ്പത്തിലെ ഹിന്ദു പത്രം വായിച്ചു തുടങ്ങിയ ആൾക്കുണ്ട് എല്ലാവരും. അച്ഛൻ്റെ ഒരു ഹാബിറ്റാണ്, നമ്മളും അത് വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൽ ഈ എല്ലാ ദിവസവും കാണുന്നത് ഒരു പക്ഷേ ഈ ഇന്ത്യയിൽ അന്ന് നടന്ന കലാപങ്ങളെ പറ്റിയും ഈ അഡ്വാനി നയിച്ച രഥയാത്രയോ അതിനുശേഷം ഉണ്ടായ കലാപങ്ങളെ പറ്റിയൊക്കെ വളരെ വിസ്താരമായിട്ട് അതിൽ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലൊരു സെക്കുലർ അറ്റ്മോസ്ഫിയറാണ്. ഒരു മതത്തിലും വിശ്വാസമില്ല, ആരായാലും വീട്ടിലൊരാൾക്കും മതത്തിൽ വിശ്വാസമില്ല. അപ്പോൾ എല്ലാവരെയും ഒരേ മാതിരി കാണുന്ന ഒരു ഫാമിലി. അപ്പോൾ ഈ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് വീട്ടിലുള്ള മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം? അത് വളരെ ഒരു അതിനെതിരെ ഇതൊരു പാടില്ലാത്ത ഒന്നാണ്. ഇന്ത്യ പോലുള്ളൊരു മതേതര രാജ്യത്ത് നടക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. ആ മുന്നേറ്റം എങ്ങനെയായിരുന്നു? നിങ്ങൾ സഞ്ജയ് നഗറിൽ നടത്തിയ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനുവേണ്ടി? സഞ്ജയ് നഗറിലല്ല പ്രതിഷേധം ഈ ബാംഗ്ലൂരിലെ MG റോഡ്, ബ്രിഗേഡ് റോഡ് ആ ഭാഗത്തായിരുന്നു. അത് കോളേജിൽ നിന്ന് നടത്തിയൊരു പ്രതിഷേധം. ആ സമയത്ത് ആഹ്ലാദ പ്രകടനം ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം, അന്ന് RSS നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഭയം അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഓപ്പണായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഡിഗ്രി പഠനകാലത്ത് മനസ്സിലേക്ക് വരുന്നത് ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയാണ്. അതോടുകൂടിയാണ് താങ്കൾ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക്, സജീവ രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അന്ന് അതിനുശേഷം JNUവിൽ വരുമ്പോഴാണ് ശരിക്കും സജീവമായിട്ടൊരു സംഘടന സംവിധാനത്തിലേക്ക്. ഈ ബാംഗ്ലൂരിലെ പഠനകാലത്ത് ഡിഗ്രി കാലഘട്ടത്തിൽ ഈ ഒരു ഇഷ്യൂ മാത്രമാണോ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്? വേറെ ഇഷ്യൂലേക്ക് വന്നിട്ടുണ്ടോ? അല്ല, വേറെ ചില ഇഷ്യൂസ് ഇപ്പോൾ ഒന്ന് സ്ലം ഡ്വെല്ലേഴ്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഇടപെടുമായിരുന്നു. പിന്നെ ഈ ലിംഗസമത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അന്ന് ഇടപെട്ടിരുന്നു. അന്ന് ആ സമയത്ത് അത്ര വലിയ രീതിയിലില്ല. ചേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ഇടപെടല ബാംഗ്ലൂരിൽ നടത്തിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ? ഒന്ന് ഹെൽത്ത് ക്യാമ്പ്സും മറ്റും നടത്തും നമ്മൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തും. പിന്നെ ചില സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുക ഫ്രീ ടൈമിൽ. കൂടെ ആരൊക്കെ ഉണ്ടെന്ന്? അന്ന് സെൻറ്റ് ജോസഫിൽ അതിനുവേണ്ടി തന്നെ ചില സംഘടനകളും ഉണ്ടായിരുന്നു. സെൻറ്റ് ജോസഫിൽ ഹിസ്റ്ററി അസോസിയേഷൻ്റെ ഭാഗമായിരുന്നു. പരിശോധന എന്ന ഹിസ്റ്ററി അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. സോഷ്യൽ സയൻസ് അസോസിയേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്രട്ടറി ആയിട്ടല്ല, സോഷ്യൽ സയൻസ് അസോസിയേഷൻ ആക്റ്റീവ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ പങ്കെടുത്തു. അതാണ് അവിടെ ഉണ്ടായിരുന്ന ഡിഗ്രി കാലഘട്ടം. JNUവിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഇപ്പം വേണമെങ്കിൽ തന്നെ ബാംഗ്ലൂരിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സങ്കേതം അല്ലെങ്കിൽ ഹബ്ബായി മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ, എന്തുകൊണ്ട് താങ്കൾ JNUവിലേക്ക് പറിച്ചു നടപ്പെട്ടു? ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി PUCയിൽ പഠിച്ചത് സയൻസ് ആയിരുന്നു. ഈ എൻട്രൻസ് എക്സാം എഴുതിയിരുന്നു. എൻജിനീയറിങ്ങിന് ഒരു റാങ്കും എൻജിനീയറിങ് സെലക്ഷൻ കിട്ടിയെന്ന് പറയാം. അപ്പോൾ അന്ന് ഞാൻ നാട്ടിലാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, സെൻറ്റ് ജോസഫിലെ ആർട്സിന് ചേർത്താൽ പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സെൻറ്റ് ജോസഫിൽ പോയി ആർട്സിന് ചേർന്നു. അപ്പോൾ JNUയെ പറ്റി അറിയില്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നിച്ച് പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ JNUവിൽ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരിശോധന എന്ന സംഘടന, ഹിസ്റ്ററി സംഘടന,
ഒരു JNUയെ പറ്റി ഒരു സംസാരിക്കാൻ വേണ്ടി ഈ വെങ്കടേഷ് നായക് എന്ന് പറയുന്ന ഇന്നൊരു അതെ അറിയപ്പെടുന്ന ഒരു ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിവിസ്റ്റാണ് ഡൽഹിയിലെ. അപ്പോൾ ഈ വെങ്കടേഷ് നായക് വന്ന് അങ്ങനെ അറിയുന്നു. പിന്നീട് വെങ്കടേഷിൻ്റെ അനിയനും JNU BA ഫ്രഞ്ചിന് ചേർന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് MA കഴിയുമ്പോൾ JNU മാത്രമല്ല പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിരുന്നു. ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ അത് തുടങ്ങിയ വർഷം എല്ലായിടത്തും മെറിറ്റ്, പിന്നെ ഒടുവിൽ JNU തിരഞ്ഞെടുത്തു. എല്ലായിടത്തും മെറിറ്റിലായിരുന്നു. ഡിഗ്രിയിലത്തെ മാർക്കിൻ്റെ ബേസിസിൽ നാഷണൽ മെറിറ്റ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് JNUവിൽ കർണാടക സ്റ്റേറ്റ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. PhD വരെ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അല്ല, ഇത്രയും ഫെലോഷിപ്പുകളൊക്കെ ഉള്ള ആളുകൾ പോകേണ്ട ഒരു വഴി ഈ പൊളിറ്റിക്സിലേക്ക് വരികയെന്ന് നമ്മൾ സാധാരണ ഈ രാഷ്ട്രീയക്കാരെ കാണുക എപ്പോഴും പറയും ഒരു പിൻബെഞ്ചുകാരുടെ ഒരു ലോകം എന്നാണ്. രാഷ്ട്രീയക്കാരെ കുറിച്ചും രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചും പൊതുവെ ആളുകൾ പറഞ്ഞു വരുന്നത്. അതിൽ നിന്നും ഭിന്നമായി ഇപ്പോൾ കേരളത്തിൽ സജീവ കരിവള്ളൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ റെഡി പൊളിറ്റിക്സിലേക്ക് പെട്ടെന്ന് വരാം. ഇത് വേറെ വഴികളൊന്നും അന്നേരം മനസ്സിലായില്ല. അത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൽ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലില്ലപ്പോഴും SFIയിൽ ലീഡർഷിപ്പിലെ മെയിൻ സഖാക്കൾ എല്ലാവരും പഠനത്തിലും വളരെ നല്ല, ഒരുപക്ഷെ എന്നെക്കാളും നല്ല. JNU കാലം എങ്ങനെയായിരുന്നു? JNUവിൽ അവിടെ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ചെല്ലുന്നു പുതിയ നഗരത്തിലേക്ക്. ആദ്യമായിട്ടായിരിക്കുമോ ഡൽഹിയിലേക്ക് പോകുന്നത്? പഠിക്കാനായിട്ടാണ് ആദ്യമായിട്ട്? അല്ല, അതിനു മുമ്പ് 82-ലോ 84-ലോ 82 നമ്മൾ ഒരു അച്ഛൻ്റെ LTC ടൂറുമായിട്ട് ഡൽഹി, ആഗ്ര, അതിനുശേഷം പഠനത്തിനായിട്ട് അവിടെ. എങ്ങനെയായിരുന്നു JNU കാലഘട്ടം? എത്ര വർഷമാണ് അവിടെ പഠിച്ചത്? JNUവിൽ 95-ൽ MA പൊളിറ്റിക്കൽ സയൻസ് ഇൻ്റർനാഷണൽ റിലേഷൻസിലായിരുന്നു. അപ്പോൾ 95 മുതൽ 2005 വരെ 10 വർഷം MA MPhil PhD അവിടെയായിരുന്നു. എല്ലാം അവിടെ ചെയ്തു. എന്താണ് JNU കാലഘട്ടം? JNU 95 ജൂലൈയിലാണ് ചേർന്നത്. 96 ഓഗസ്റ്റ് 25 SFIൻ്റെ മെമ്പർഷിപ്പിലോട്ട് വരുന്നത്. അതുവരെ ബ്രോഡ്ലി സെക്കുലർ ലെഫ്റ്റ് എന്നൊരു പൊസിഷനിലായിരുന്നു. പക്ഷേ വളരെ കൺസിസ്റ്റൻ്റായിട്ട് വർഗീയ ശക്തികൾക്കെതിരെയും അന്ന് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കെതിരെയും, പ്രത്യേകിച്ച് ഫീസൊക്കെ വലിയ വർധനവ് ഉണ്ടായിരുന്നു, അതിനെതിരെ സമരങ്ങൾ, അതായിരുന്നു തുടക്കം. JNUവിൽ ഒരുപക്ഷെ 95-ൽ തന്നെ ഫ്രാൻസ് പസഫിക് ഐലൻഡ്സിലൊരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഫ്രാൻസിൻ്റെ അംബാസിഡർ JNUവിലോട്ട് പീസ് ഇൻ ന്യൂക്ലിയർ ഏജിനെ പറ്റി സംസാരിക്കാൻ ഒരു ഒഫീഷ്യൽ പരിപാടിക്കുക. അപ്പോൾ നമ്മൾ ചിലർ അതിനെതിരെ ഇതിൻ്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു ബോയ്ക്കോട്ട് കോൾ കൊടുത്തപ്പോൾ അതൊരു കൺസേൺഡ് ഇൻഡിവിജ്വൽസ് എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തത്. ബോയ്ക്കോട്ട് കോൾ കൊടുത്തപ്പോൾ അന്നത്തെ മറ്റ് സംഘടനകൾ, അന്ന് ഓൾ ഇന്ത്യ സ്റ്റുഡൻറ്റ് അസോസിയേഷനും മറ്റുമായിരുന്നു യൂണിയനിൽ ഉണ്ടായത്, അവരും വലിയ സംഖ്യയിൽ അവിടെ പങ്കെടുത്തു. SFIയും AISF ഒക്കെ ആ പരിപാടി ഡിസ്റപ്റ്റായി. അപ്പോൾ ഇതിൻ്റെ 2 സിഗ്നേറ്ററീസ് എന്ന രീതിയിൽ ഞാനും എൻ്റെ ഒപ്പം ക്ലാസ്സിലുണ്ടായ ഒരു മലയാളി സഖാവ് ഹരികൃഷ്ണനും തിരുവനന്തപുരം. അപ്പോൾ വൈസ് ചാൻസലർ വിളിപ്പിച്ചു. ഒരു ഭീഷണി എന്ന രീതിയിൽ തുടങ്ങി. ഹോം മിനിസ്റ്ററുമായിട്ട് പരിചയമുണ്ട്, വിൽ ടേക്ക് ആക്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നമ്മളും അത് അന്നത്തെ ആ ഒരു ഇതിൽ നമ്മളും അതേ രീതിയിൽ ചാലഞ്ച് ചെയ്തു. അപ്പോൾ ഉടനെ പ്രൊഫസർ വൈക്ക അലഗായിരുന്നു, അറിയപ്പെടുന്ന എക്കണോമിസ്റ്റും മറ്റുമാണ്, പിന്നീട് മിനിസ്റ്ററുമായ. അപ്പോൾ വൈക്ക അലഗ് ഉടനെ പറഞ്ഞു, ഇത് നമ്മളതിൽ ഈ ഒരു ഭീഷണിയിൽ നമ്മൾ വഴങ്ങൂല എന്നില്ല കണ്ടപ്പോൾ ഉടനെ പറഞ്ഞു, ഓക്കെ ലെറ്റ് us സിറ്റ് അക്രോസ് എ കപ്പ് ഓഫ് കോഫി ഇൻ ഗോപാലൻസ് ക്യാൻറ്റീൻ, ലൈബ്രറി ക്യാൻറ്റീൻ നടത്തുന്ന ഒരു മലയാളിയാണ് ഗോപാലൻ. അപ്പോൾ അവിടെ ഇരുന്ന് ലെറ്റ് us ഡിസ്കസ് ദ മോഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു പാംഫ്ലെറ്റ് JNUവിലെ എല്ലാ ദിവസവും ഡിന്നർ സമയത്തും ലഞ്ച് സമയത്തും എന്തെങ്കിലും രാഷ്ട്രീയ പാംഫ്ലെറ്റുകൾ വരും. അപ്പോൾ
അതൊക്കെ ജയിലിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹെഡിങ് ആയിരുന്നു റിഫ്ലക്ഷൻസ് ഓൺ എ റെമോൺസ്ട്രേഷൻ. പ്രൊട്ടസ്റ്റ്സ് ആർ ബൈ നേച്ചർ ഡിസ്റപ്റ്റീവ്. യു കനോട്ട് എക്സ്പെക്ട് ദ കാംനെസ് ഓഫ് എൻ ഈവനിങ് ടീ പാർട്ടി. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഒരു ഇടപെടൽ JNU. 96 SFIയിൽ, അതും 95 ചേർന്നെങ്കിലും ഹോസ്റ്റൽ കിട്ടിയില്ലായിരുന്നു. 95 ഡിസംബർ ആകുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളൊരു സഖാവ് അനിയൻ, അന്ന് SFI സെക്രട്ടറി. അപ്പോൾ അനിയൻ്റെ മുറിയിൽ താമസിച്ചുകൊണ്ട് ആ അനിയൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് സംഘടനാ വർക്കിനില്ല. അപ്പോൾ നമ്മളും ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു ആ രീതിയിൽ വളരെ സെൽഫ്ലെസ് ഒരു വർക്കറായിരുന്നു. ഇന്ന് പാർട്ടിയുടെ ഡൽഹി സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് അനിയൻ. അപ്പോൾ അങ്ങനെ ഓഗസ്റ്റ് 25, 96 SFI മെമ്പർഷിപ്പ്. അങ്ങനെ SFIയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞുള്ള കാലഘട്ടം നിങ്ങൾ ഈ ഗുജറാത്ത് കലാപമൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് അതിനകത്തൊക്കെ? ഗുജറാത്ത് കലാപത്തിന് മുമ്പായിട്ട് തന്നെ ചില കാര്യങ്ങളുണ്ട്. 96 SFI മെമ്പർഷിപ്പ് എടുക്കുന്നു. അതേ വർഷത്തിൽ തന്നെ പാർട്ടി മെമ്പർഷിപ്പും ലഭിക്കുന്നു. അപ്പോൾ 96 JNU തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കും. ആ സമയത്ത് JNU സഹപാഠികൾ ആരൊക്കെയാണ്? താങ്കളായിട്ട് മലയാളികൾ ആരൊക്കെയാണ് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളിൽ ആ കാലഘട്ടത്തിൽ? ഒന്ന് ഞാൻ പറഞ്ഞ അനിയൻ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. പിന്നെ നിരവധി ആൾക്കാരുണ്ട്. ചിലർ ഇവിടെയൊക്കെ യൂണിവേഴ്സിറ്റിയിലും മറ്റും പഠിപ്പിക്കുന്ന ചിലരുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് നിരന്തരം ബന്ധപ്പെടുന്നവരാണ് ആ സമയത്തുള്ളത്. ആ സമയത്ത് നമ്മൾ JNU ക്യാമ്പസിൽ നേരിട്ട് ഇടപെടുന്നത് ശരിക്കും സഖാവ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരി ഇവരൊക്കെ നമ്മളെ ഇലക്ഷൻ ക്യാമ്പയിനിൽ വരും. അവിടെ എല്ലാ ദിവസവും എന്തെങ്കിലും മീറ്റിംഗ് കാണും. ഓർമ്മകൾ എങ്ങനെയാണ്? യെച്ചൂരി ശരിക്കും എല്ലാ ഘട്ടത്തിലും വളരെ നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് നൽകിയൊരു സഖാവാണ്. വളരെ സ്നേഹത്തോടെയും. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം? യെച്ചൂരിയായിട്ട് അത്ര അടുത്തമെന്ന് ഡൽഹി ആവുമ്പോൾ യെച്ചൂരിയായിട്ട് ശരിക്കും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 10 വർഷത്തിൽ JNU പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും നമ്മളെ മെയിൻ സ്പീക്കർ ഏറ്റവും അവസാനത്തെ മീറ്റിംഗ്, അതായിരിക്കും ഏറ്റവും വലിയ മീറ്റിംഗ്, അതിൽ സഖാവായിരിക്കും വരുന്നത്. അപ്പോൾ ഒന്ന് എല്ലാ ഇഷ്യൂസും ഡീൽ ചെയ്യും. പഴയ ഇഷ്യൂസും പഴയ JNU പഠിച്ചപ്പോൾ ഇല്ലേ ചില എക്സ്പീരിയൻസസും അതൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പം നമ്മൾക്ക് ആ ഒരു കേൾവിക്കാരെ കയ്യിലെടുക്കും. പ്രകാശ് കാരാട്ട് സാധാരണ നമ്മൾ ആദ്യത്തെ മീറ്റിങ്ങിലായിരിക്കും സഖാവിനെ വിളിക്കുന്നത്. നമ്മളെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ഡയറക്ഷൻ ഈ എവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ താങ്കളുടെ പിതാവ് പ്രകാശ് കാരാട്ടിനെ താങ്കൾ ഏൽപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക്. കാരാട്ട് പറഞ്ഞു എനിക്ക് തന്നേക്കൂ ഇദ്ദേഹം, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അത് അങ്ങനെ എക്സാക്ട്ലി അങ്ങനെ ആവണം എന്നില്ല. സത്യത്തിൽ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് JNUവിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി പൊളിറ്റിക്കൽ സയൻസിന് ഇൻ്റർവ്യൂ കോൾ വന്നത്. അപ്പോൾ പ്രകാശ് സഖാവിനെയും SRP സഖാവ് സീതാറാമിനെയൊക്കെ കണ്ട് ഹോൾ ടൈമർ ആവാനാണ് താല്പര്യമെന്ന്. അങ്ങനെ താല്പര്യം ഒന്ന് പറയാനുള്ള ഒരു കാരണം എന്താ? കാരണം താങ്കളുടെ ഒരു ലെവൽ വെച്ച് ഏറ്റവും സേഫ് സോൺ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ നിന്നാൽ എത്രമാത്രം ഉയരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാമല്ലോ. പക്ഷേ ഒരു ജോലി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരം മുന്നിൽ കിടക്കുകയാണ്. ഇതൊരു സ്ട്രഗിളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തോന്നിയത്? അല്ല, നമ്മൾ 96 മുതൽ പ്രവർത്തിച്ചു വരുന്നതും SFIയിലും പിന്നീട് കർണാടകയിൽ പോയപ്പോഴും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായി പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയമുണ്ട്. അന്നും കർണാടക പാർട്ടിയിൽ പ്രവർത്തിച്ചു. കർണാടകയിൽ പോയിട്ട് സെന്റ് ജോസഫിലെ പൊളിറ്റിക്കൽ സയൻസിന്റെ HOD ആദ്യത്തെ HOD PG പൊളിറ്റിക്കൽ സയൻസിന്റെ വളരെ സുരക്ഷിതമായ ഒരു ജോലിയാണത്. അത് ഉപേക്ഷിക്കാണ്ടായ കാരണം എന്താണ്? ഒന്ന്, നമ്മളെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. അത് മുമ്പ് തൊട്ടേ പാർട്ടിയുടെ ഒരു ഹോൾ ടൈമറായി പ്രവർത്തിക്കണം എന്ന് മനസ്സ് പറയുന്നുണ്ട്. ഈ ജോലി പോയി ഇത്രയും വലിയൊരു പോസ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടായിട്ടില്ലേ?
അവർ പറഞ്ഞിട്ടില്ല എന്തിനാ മോനെ ഈ പണി ഇങ്ങനെ ചെയ്യണോ, നിനക്ക് സുരക്ഷിതമായി ജോലി തുടർന്നുകൂടെ? അവർ ഈ ഈ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തൊഴിലെടുത്തുകൊണ്ട് പാർട്ടി വർക്കും നടത്താൻ അതായിരുന്നു അവരാഗ്രഹം. അവർ രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു അച്ഛനും അമ്മയും? അല്ല, അത് വീട്ടിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് തന്നെ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതിൽ അമ്മമ്മയും അച്ചാച്ചനും ഒക്കെ എൻകറേജ് ചെയ്തു, ഹോൾ ടൈമർ ആവാൻ അനുവദിക്കണം എന്ന രീതിയിൽ അങ്ങനെ പോയത്. അത് എപ്പോഴെങ്കിലും അത് തെറ്റായി പോയി തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഡൽഹിയിലെ കാലഘട്ടത്തിൽ വീണ്ടും 96 കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ SFIക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു സ്ഥലം. ഒരു കാൻഡിഡേറ്റ് മാത്രമാണ് SFIൻ്റെ 5 കൗൺസിലേഴ്സ്, ഒരാൾ മാത്രമാണ് ജയിച്ച, അതും കുറേ കാലത്തിന് ശേഷം. നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ അതിനുശേഷം നവംബർ 96 ഒരു ഒഫീഷ്യൽ ഫംഗ്ഷന് അഡ്വാനിയെ JNU അഡ്മിനിസ്ട്രേഷൻ ഒരു സ്കൂൾ ഓഫ് ലാംഗ്വേജസിലെ സ്പാനിഷ് സെൻറ്റർ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ സ്റ്റുഡൻസ് യൂണിയൻ കൗൺസിലിൽ ഞാൻ അതിനെതിരെ സംസാരിച്ചു. വി വിൽ നോട്ട് അലോ someone who was responsible for demolishing Babri Masjid and riots to come for an official function. അന്ന് ABVP മെജോറിറ്റി, നമ്മളാകെ പ്രസിഡൻറ്റും 4 കൗൺസിലർമാരും പിന്നെ ഐസ ഒരു കൗൺസിലർ, അപ്പോൾ 5 ലെഫ്റ്റ് കൗൺസിലേഴ്സ് മാത്രമാണ്. അപ്പോൾ അത് യൂണിയനിൽ തന്നെ അവർ അന്നൊരു ദലിത് പ്രസിഡൻ്റാണ് ബത്തിലാൽ ബൈർവ എന്ന് പറഞ്ഞു, അയാളെ ആക്രമിച്ചുകൊണ്ടും അതിനുശേഷം വലിയ രാത്രി തന്നെ ഒരു 12 മണിക്ക് ശേഷം പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൊഴിലാളികളും ടീച്ചർമാരും പങ്കെടുത്തൊരു അടുത്ത ദിവസം നമ്മൾ ആ ഓഡിറ്റോറിയം വളഞ്ഞു. അപ്പോൾ അഡ്വാനിക്ക് വരാൻ സാധിച്ചില്ല. അഡ്വാനി JNUവിൽ ഒരിക്കലും വന്നിട്ടില്ല. അഡ്വാനി അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്നു, വരാൻ പറ്റില്ല. അതിനുശേഷം അടുത്ത ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു എഡിറ്റോറിയൽ വന്നു, ടൈം ടു ക്രാക്ക് ദ വിപ്പ് ഓൺ JNU. സ്വപൻ ദാസ് ഗുപ്ത എഴുതിയൊരു എഡിറ്റോറിയൽ എന്നാണ്. അന്ന് സ്വപൻ ദാസ് ഗുപ്ത BJP MP ആയിരുന്നു പിന്നീട്. അപ്പോൾ അതിലെഴുതിയിരിക്കുന്നു ദാറ്റ് JNU ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു എ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ആ ശ്രമത്തിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. JNU കാലഘട്ടത്തിൽ ഈ 10 വർഷത്തിൽ വേറെ ഓർമ്മിക്കാൻ പറ്റി. ഞാൻ ഈ ഗുജറാത്ത് കലാപമൊക്കെ അതിന് ശേഷമാണ് അല്ല അത് 2002 2002 ഗുജറാത്ത് കലാപം ഫെബ്രുവരി 27 തുടങ്ങുന്നത്. അപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ സഫ്ദർ ഹഷ്മി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഒരു ഫാക്ട് ഫൈൻഡിങ് ടീമുമായിട്ട് നമ്മൾ, ഞാനും അന്ന് SFI സെക്രട്ടറി, അതിന് തൊട്ട് മുമ്പ് SFI സെക്രട്ടറി ആയിരുന്ന പ്രസഞ്ജിത് ബോസും ഒരു പ്രൊഫസർ കമൽ ചിനോയ്, ഒരു പത്രപ്രവർത്തകൻ വിഷ്ണു നാഗർ ഹിന്ദുസ്ഥാനിലെ നമ്മൾ പോവുകയായിരുന്നു. അന്നും കലാപം അത് മുഴുവനായി തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ എംപുരാനിലും മറ്റും കാണിക്കുന്നത് അത് വളരെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയാം. ഇപ്പോൾ പള്ളികൾ കത്തിച്ചിരിക്കുന്നു, അതിൽ എഴുതിയിരിക്കുന്നു ഏ അന്തർ കി ബാത് ഹെ പോലീസ് ഹമാരെ സാത്ത് ഹെ. ആ പോലീസിൻ്റെ ഇവർക്ക് എല്ലാ വിധത്തിലും സഹായം കിട്ടിയിരിക്കുന്നു എന്നത് കാണിക്കുന്ന രീതിയിൽ ചില ഈ കലാപത്തിന് മുമ്പായിട്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാനില്ല. അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ കടകളോ വീടുകളോ പോയി നമ്മൾ കാണുകയുണ്ടായി. ഗ്യാസ് സിലിണ്ടർ വെച്ച് അത് ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ആ ചൂടിന് ഈ ഫാനൊക്കെ ഉരുകി ആ രീതിയിലുള്ള ഒരു സാഹചര്യം. നിരവധി ആൾക്കാരാണ് അവിടെ ഈ അക്രമത്തിൽ സംഭവിച്ചതും മറ്റും. അപ്പോൾ അവരൊക്കെ കാണാൻ സാധിച്ചിരുന്നു അന്ന്. അപ്പോൾ ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഇപ്പം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, ഗുജറാത്ത് കലാപം, ഈ 2 സംഭവം താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കടന്നു വന്ന 2 ഭീകരമായ അനുഭവങ്ങളാണ്. 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട, 1000 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട, ഒരിക്കലും ഇന്ത്യ പോലുള്ളൊരു
സംസ്ഥാനത്ത് നടന്നുകൂടാ ഒന്നും സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷവും അതിനൊക്കെ നേതൃത്വം കൊടുത്തവർ ഈ ഇന്ത്യയുടെ ഭരണം അവരുടെ കയ്യിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത്. എങ്ങനെ വിലയിരുത്താൻ പറ്റും താങ്കൾക്കറിയാം? അതാണ് അങ്ങനെ ഒരു വലിയ രീതിയിൽ മനുഷ്യക്കുരുതി നടന്ന ഒരു സ്ഥലമാണ് ഗുജറാത്ത്. അതിന് ലീഡർഷിപ്പ് നൽകിയ ഒരാളാണ് ഇന്ന് പ്രധാനമന്ത്രി. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അത് വലിയ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ശക്തികളുടെയും വലിയ സപ്പോർട്ടോടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് 2011 മമതാ ബാനർജി പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. അതിന് ശേഷമാണ് ഗുജറാത്തിൽ ഉടനെ ടാറ്റയും അംബാനിയും എല്ലാം ചേർന്നുകൊണ്ടൊരു വലിയ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റും മുഖ്യമന്ത്രി എന്തോ വലിയ ഒരു ഗുജറാത്ത് മോഡൽ എന്ന് ഇത് അന്ന് തന്നെ നമ്മളോട് കർഷകർ പറയായിരുന്നു, ദിസ് ഇസ് നോട്ട് എനി ഗുജറാത്ത് മോഡൽ, ഇത് അംബാനിയും അദാനിയും മോദിയും ചേർന്നില്ല മൊദാനി മോഡലാണ്, കോർപ്പറേറ്റ് കൊള്ളയുടെ മോഡലാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കോർപ്പറേറ്റ് ശക്തികളുടെ എല്ലാ വിധത്തിലെ സഹായവും നരേന്ദ്രമോദിക്ക് ലഭിച്ചു. എനിക്ക് തോന്നുന്നു 2002 സംഭവിച്ചു. അതിന് ശേഷം 2011 ശേഷം നരേന്ദ്രമോദിയെ ഒരു നാഷണൽ ലീഡർ വേണം എന്ന് അതിൽ കോർപ്പറേറ്റ് ശക്തികളുടെയും വലിയ പങ്ക് അതിലുണ്ട്. അപ്പോൾ അതാണ് ആ കാലഘട്ടം, അതിൻ്റെ തുടക്കം ആ കാലഘട്ടം. ഈ കർഷക നേതൃത്വത്തിൽ ഉയരുന്നതിനും ഇടയിൽ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു വസ്തുത അന്വേഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉൾപ്പെട്ട ഒരു സംഘം പോയിരുന്നില്ല. ആ സംഘത്തിൻ്റെ അനുഭവങ്ങളാണ് നേരത്തെ പങ്കുവച്ചത്. അതിനകത്ത് ആരൊക്കെയായിരുന്നു അന്ന് അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്? അതിൽ പ്രൊഫസർ കമൽ മിത്ര ചിനോയ്, പ്രസൻജിത് ബോസ്, വിഷ്ണു നാഗർ, ഹിന്ദുസ്ഥാൻ പത്രത്തിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ, പിന്നെ ഞാൻ, 4 പേര്. എത്ര ദിവസം നീണ്ടുന്ന യാത്രയായിരുന്നു അത്? നമ്മൾ അത് 4-5 ദിവസം. എങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? കണ്ടതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ ആളുകൾ നിങ്ങളെ നേരിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ? അല്ല, അവിടെ എല്ലാം പണി കഴിഞ്ഞ് നിൽക്കുവാണല്ലോ. പക്ഷെ നമ്മളൊന്ന് കാണുന്നത് ഈ ഹിന്ദുത്വ ശക്തികൾക്ക് സ്വാധീനമില്ല സ്ഥലത്ത് എല്ലാം നോർമലാണ്. അതിൻ്റെ മറ്റു ഭാഗത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ആകെ നശിച്ചിരിക്കുന്ന എല്ലാം ആ രീതിയിലുള്ളൊരു ഡിവൈഡ് റോഡിൻ്റെ 2 ഭാഗത്തായിരിക്കാം. അത്രയ്ക്ക് വ്യത്യാസം നമ്മൾക്ക് നേരിട്ട് കണ്ടു. പക്ഷെ അന്ന് അവിടെയും കോൺഗ്രസ് ആയിരുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ. നമ്മൾ കണ്ട ഒരു സൂഫി ഒരു മസാർ ഉണ്ടായിരുന്നു. അത് രാത്രി ഡെമോളിഷ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസത്തിനുള്ളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ടാറിട്ട് അത് മൂടുന്ന ഒരു രീതി. അപ്പോൾ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ അന്ന് എഹ്സാൻ ജാഫ്രിയുടെ കേസുണ്ട്. അപ്പോൾ അത് ഇറ്റ് വാസ് അൺചാലഞ്ച്ഡ്. ഇവരെ ഈ RSSഉം ഹിന്ദുത്വ ശക്തികൾ അന്ന് അക്രമങ്ങൾ അയച്ചുവിടുമ്പോൾ അതിന് ഒരു വിധത്തിലും ഒരു പ്രതിരോധം ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതാണ് അവിടെ നമ്മൾ കണ്ട ഒരു സത്യം. ഈ കർഷക പോരാട്ടങ്ങളിലേക്ക് താങ്കൾ തിരിയുന്ന ഏതൊക്കെ കാലഘട്ടത്തിൽ? വലിയ അവിടെ കർഷക ലോങ് മാർച്ചും കർഷക സമരത്തിലും താങ്കൾ വലിയൊരു സെലിബ്രിറ്റിയായി മാറുന്നു. ഒത്തിരി ആളുകൾ താങ്കളെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെയാണ് ആ കാലഘട്ടം ആ കർഷക പോരാട്ടങ്ങളുടെ മുൻനിരയിലേക്ക്? എൻ്റെ PhD ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ടോപ്പിക്ക് ന്യൂ ലിബറൽ എക്കണോമിക് പോളിസീസ് ആൻഡ് ഇന്ത്യൻ പെസൻട്രി, ആന്ധ്രയിലെയും കേരളത്തിലെയും കർഷകരുടെ അവസ്ഥയെപ്പറ്റി 4 ഗ്രാമപഞ്ചായത്ത് ആന്ധ്രയിലും 4 കേരളത്തിലും എടുത്തുകൊണ്ട് പഠനമായിരുന്നു. അപ്പോൾ കുറേ ദിവസം ഈ ഗ്രാമങ്ങളിൽ താമസിച്ചുകൊണ്ട് അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പും എൻ്റെ MAക്ക് ഞാൻ പഠിച്ചത് ഇൻ്റർനാഷണൽ റിലേഷൻസാണ്. പക്ഷേ പി സായിനാഥും ഉത്സാ പട്നായിക്കും ഒക്കെ സായിനാഥിൻ്റെ എവ്രിബഡി ലവ്സ് എ ഗുഡ് റോട്ട്, പിന്നെ ഉത്സാ പട്നായിക്കിൻ്റെ സെമിനാറുകളും മറ്റും പങ്കെടുക്കുമായിരുന്നു. അപ്പം അതിൽ ഇവർ പറയുന്ന അത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധി ഉണ്ടോ എന്ന് എല്ലാ ഇടതുപക്ഷ ചിന്താഗതി കാരണം അങ്ങനെ കുറച്ച് പെരുപ്പിച്ച് പറയുന്നതാണോ എന്നാണ് ഞാൻ അപ്പോൾ സ്വന്തം അത് മനസ്സിലാക്കാനുള്ള
ഇൻ്റർനാഷണൽ റിലേഷൻസ് നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എംഫിൽ സൗത്ത് ഏഷ്യൻ സ്റ്റഡി ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ എക്കണോമി എന്ന ടോപ്പിക്. എന്ത് പഠിച്ചു, എന്തറിഞ്ഞു, എന്ത് പങ്കുവെക്കാൻ പറ്റും? സത്യത്തിൽ സായ്നാഥൊക്കെ എഴുതിയേക്കാളും രൂക്ഷമായ ഒരു സ്ഥിതിയാണ്, പ്രത്യേകിച്ച് അനന്ത്പൂർ അവിടെയൊക്കെ. ഒരു അതിവേഗ റെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭത്തിന്, അതിവേഗ റെയിൽ ഇടനാഴിയായിട്ട് ബന്ധപ്പെട്ട അത് ഈ നാസിക് മുംബൈ ലോങ് മാർച്ചിനിടയിലാണ്. അത് അതിവേഗ റെയിൽ മാത്രമല്ല, നിരവധി വേറെ വിഷയങ്ങളുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തെ മാതിരിയല്ല, ഭൂപരിഷ്കരണം നടന്നിട്ടില്ല. നിരവധി ആൾക്കാർ പാട്ടകൃഷിക്കാരാണ്. അതിൽ ദേവാലയ ഭൂമിയുണ്ട്. ഇന്നിപ്പോൾ വഖഫ് ഭൂമി അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഈ നിരവധി സംസ്ഥാനങ്ങളിൽ അമ്പലങ്ങളിലെ പേരിലുള്ള ഭൂമിയാണ്. ഒഡീസയെ പറ്റി പറയും ദ ബിഗ്ഗസ്റ്റ് ലാൻഡ് ലോർഡ് ഇസ് പുരി ജഗന്നാഥ് എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ഈ നാസിക് മുംബൈ, നാസിക്കിൻ്റെ ചുറ്റുപാടിലും നിരവധി ആൾക്കാരുണ്ട്. നിരവധി പ്രോജക്റ്റിൻ്റെ പേരിൽ ഭൂമി ഏറ്റെടുത്ത് കർഷക ഭൂമി. അത് ആ പ്രോജക്റ്റിന് ആവശ്യം എത്രയാണോ അത്ര മാത്രമല്ല, അതിനേക്കാളും എത്ര രണ്ട് ഭാഗത്തും എന്തുകൊണ്ട് അങ്ങനെ ഏറ്റെടുക്കുന്നതിന് അതാണ് ഭാവിയിൽ ഉപയോഗിക്കാൻ മാത്രമല്ല ഈ റിയൽ എസ്റ്റേറ്റ് ഇതിന് വേണ്ടി ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുക. അപ്പോൾ ഈ ലാൻഡ് വാല്യൂ വലിയ രീതിയിൽ വർദ്ധിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാനാണ് ഈ കർഷക പോരാട്ടങ്ങളിലാണ് താങ്കൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം കേരളം ഒഴിച്ച് ഇപ്പം രാജസ്ഥാനിൽ, ആന്ധ്രയിൽ, അതുപോലെ തന്നെ താങ്കൾ കർണാടകയിൽ, എല്ലാ സ്റ്റേറ്റിലും, എത്ര സ്റ്റേറ്റിൽ ആ രീതിയിൽ കർഷക പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറിയിട്ടുണ്ട് താങ്കളുടെ ഓർമ്മയിൽ? ഒട്ടുമിക്ക സ്റ്റേറ്റിലും സത്യത്തിൽ അരുണാചലും ലക്ഷദ്വീപും അല്ലാതെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർഷക സംഘം തന്നെ 2009 ഇപ്പോഴും ഇല്ല ഒരു സമയമെടുത്താൽ, അന്ന് പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം വലിയൊരു വീഴ്ച. സിംഗൂർ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ? സിംഗൂർ അത് 2007 അന്നും പാർട്ടി തന്നെ പിന്നീട് കണ്ടത് അത് നേരിട്ട രീതി, ഒരുപക്ഷെ അത് ഡീൽ ചെയ്യേണ്ട രീതി, അതിൽ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് വരുമ്പോൾ ഈ എക്സ്പീരിയൻസസും നമ്മളെ അതിൻ്റെ ബേസിസിൽ നമ്മളെ ഡിമാൻഡ്സും അതിനനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഒന്ന് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇത് വേണം. ഭൂമിയുടെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും നമ്മൾ ആവശ്യപ്പെട്ട 6 times ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അത് മാത്രമല്ല റീഹാബിലിറ്റേഷൻ, റീസെറ്റിൽമെൻറ്റ്, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ. അതിൽ പല എല്ലാം നേടിയ ഒത്തിരി കാര്യങ്ങൾ നേടി. ഈ കടം വായ്പ എഴുതി തള്ളുന്നതിലൊക്കെ താങ്കളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം വലിയ ഗുണം ചെയ്തു. നിരവധി ചില സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ അതെല്ലാം വലിയ മുന്നേറ്റമല്ലേ? ഈ SFIയുടെ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ നമ്മൾ ഏകദേശം 30 ലക്ഷത്തിലധികം വർധന, ഈ വർഷത്തും കൂടി ചേർത്താൽ കർഷക സംഘത്തിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു 40 ലക്ഷത്തിൻ്റെ വർധനവ് ഈ 2017 ശേഷം. SFIയുടെ ഭാരവാഹിത്വത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. പാർട്ടിയിൽ പിന്നെ കടന്നുപോയ പോസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? പാർട്ടിയിൽ ഞാൻ ബ്രാഞ്ച് മെമ്പറായിട്ട് ബാംഗ്ലൂരിലുണ്ടായിരുന്നു, ഡൽഹിയിലും ഉണ്ടായിരുന്നു, ഡൽഹി സ്റ്റുഡൻറ് ഫ്രാക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് കർഷക സംഘത്തിൽ വരുമ്പോഴാണ് തുടക്കത്തിൽ പാർട്ടിയുടെ റിസർച്ച് യൂണിറ്റിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു അഗ്രേറിയൻ ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിട്ട്. കർഷക ഈ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? അതിൻ്റെ ആദ്യ പോസ്റ്റ് എന്തായിരുന്നു? കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്നത് ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ്? ഞാൻ 2009 ജനുവരി മുതലാണ് കർഷക സംഘത്തിൻ്റെ ഭാഗമാവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ. ആദ്യം വന്ന പോസ്റ്റ് എന്താണ് താങ്കൾക്ക്? ആദ്യം ജസ്റ്റ് സെന്ററിന്റെ ഭാഗമായി. 2010 ജനുവരിയിലായിരുന്നു ഗുണ്ടൂരിൽ വെച്ച സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു. പിന്നെ 2022 തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി. എന്താണ് ഈ കർഷക പ്രക്ഷോഭങ്ങളും കർഷക പ്രശ്നങ്ങളും താങ്കൾ പഠിക്കുമ്പോൾ ഇനിയുള്ള കാലം കർഷകന്റെ ഭാവി എന്താണ്? ഒന്ന്, ഈ BJP സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങൾ, അത് അന്ന് കൊണ്ടുവന്ന 3 കർഷകദ്രോഹ നിയമങ്ങളായാലും അത് വലിയ രീതിയിൽ കർഷകരെ കൃഷിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ നയങ്ങളാണ്.
കോർപ്പറേറ്റുകൾക്ക് കൃഷിഭൂമി നൽകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ നിരവധി സ്വതന്ത്ര വ്യാപാര കരാറുകളുണ്ട്. അതൊക്കെ കാണുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നു. അത് കർഷകരുടെ ഭാവി തന്നെ ഇല്ലാതാക്കും. ഈ കൃഷി എന്ന് പറയുന്ന ആ ഒരു മേഖലയുടെ ഒരു ഭാഗം, കർഷകരുടെ ഭാവി ഒരു ഭാഗത്തോടെ നിൽക്കട്ടെ. അതിപ്പോൾ താങ്കൾ പറഞ്ഞൊരു പ്രതിസന്ധി, കൃഷിക്ക് എന്ത് സംഭവിക്കും? കാരണം കർഷകരില്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് ഇതെങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? ഒന്ന്, കർഷകരെ തൊഴിലാളികളായിട്ട് ഇന്ന് വലിയ രീതിയിൽ തൊഴിലില്ലായ്മ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോൺട്രാക്ട് ഫാമിംഗ് ആ ദിശയിലോട്ടാണല്ലോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയും കമ്പനി രാജ്, മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ കാലത്തുണ്ടായ മാതിരി അതിൽ വെറും തൊഴിലാളികളായിട്ട്, അന്ന് ഒരു സ്ലേവ് അടിമ എന്ന രീതിയിൽ, അപ്പോൾ ആ ദിശയിലോട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ വലിയ രീതിയിൽ പ്രശ്നത്തിലാവും. എന്താണെന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അന്താരാഷ്ട്രീയ മാർക്കറ്റിൽ ഡിമാൻഡ് എന്താണോ അതിന് ആയിരിക്കും കൂടുതൽ താല്പര്യം. അല്ലെങ്കിലും അഥവാ നെല്ലും ഗോതമ്പൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും അത് കൂടുതൽ വില നൽകി വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം. ഇന്ന് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി ഇന്ത്യയിലാണ്. അതിൽ നിരവധി ആൾക്കാർ പട്ടിണി മരണങ്ങളും നടക്കുന്നുണ്ട്, പോഷകാഹാരക്കുറവ് കാരണം മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും മുമ്പ് ബംഗാളിൽ നടന്ന ക്ഷാമം മാതിരി കേരളത്തിലൊക്കെ 40കളിൽ ഉണ്ടായ ക്ഷാമം ആ ഒരു അവസ്ഥയിലോട്ട് താങ്കളിപ്പം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അത് ഏറ്റവും പരമോന്നതമായ അവരുടെ ഒരു നേതൃ സംവിധാനമാണ്. അല്ല, ശരിക്കും രണ്ട് പാർട്ടി കോൺഗ്രസിനിടയിൽ കേന്ദ്ര കമ്മിറ്റിയാണ് ഏറ്റവും വലിയ. പക്ഷേ രണ്ട് കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗിനിടയിൽ പോളിറ്റ് ബ്യൂറോ ആണ് അത് തീരുമാനങ്ങൾ നടപ്പിലാക്കാനും മറ്റും പാർട്ടി നൽകിയ ഒരു വലിയൊരു ചുമതലയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നിരവധി സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ നിരവധി ആൾക്കാർ പാർട്ടിയുടെ അടുത്തല്ലെങ്കിൽ കർഷക സംഘത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ പാർട്ടിയിൽ നിർത്തുക, പാർട്ടിയുടെ അടിത്തറ വ്യാപിപ്പിക്കുക. അതിൻ്റെ പുതിയ ജനറേഷൻ പൊളിറ്റിക്സിലേക്ക് താങ്കൾ ജെഎൻയുവിലൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ വന്നതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നില്ലെങ്കിൽ എന്താണ് കാരണം? എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ കാണുന്നത് ഒന്ന്, സാധാരണ ഒരു നെറേറ്റീവിൽ അത് യൂത്ത് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, ഡീപൊളിറ്റിസൈസ്ഡ് എന്നുള്ള രീതിയിൽ, അപ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്നും ചിലർ പറയും. അപ്പോൾ പക്ഷെ അത് ഒരു സത്യമല്ല. ഒരു ഉദാഹരണം, ഞാൻ ഇപ്പോൾ കർണാടകയിൽ IT വർക്കേഴ്സിൻ്റെ യൂണിയൻ ഉണ്ട്, കർണാടക IT യൂണിയൻ. കേരളത്തിൽ നിന്നും മറ്റും പോയ ആൾക്കാരും നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ 11,000-ലധികം മെമ്പർഷിപ്പുള്ള ഒരു യൂണിയനാണ്. അവരെ ഏജ് ഇത് എടുത്തു നോക്കിയാൽ 25 മുതൽ 35 മാക്സിമം ഈ റേഞ്ചിലായിരിക്കും. അപ്പോൾ അവിടെ പാർട്ടി നല്ല രീതിയിൽ അവരുടെ പുതിയ മേഖലയിൽ ചെറുപ്പക്കാർ വരുന്നുണ്ട്. പുതിയ മേഖലയിൽ മാത്രമല്ല, ഈ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ആൾക്കാർ താല്പര്യപ്പെടുന്ന കർഷക സംഘത്തിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന അങ്ങനെ ഒരു കേരളത്തെ താങ്കളെ ഇപ്പോൾ 2 തവണ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ പിണറായി സർക്കാർ അധികാരത്തിൽ, 3-ാം തവണയും വരുമെന്നുള്ള പ്രചരണം വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പാർട്ടി കോൺഗ്രസ് നടത്തുകയും നേതൃത്വത്തിലേക്ക് താങ്കൾ വന്നിട്ടുള്ളതും. 3-ാം തവണയിൽ ഇടതു മുന്നണി അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ CPM അധികാരത്തിൽ വന്നാൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന അതോടുകൂടി പാർട്ടി ഇല്ലാതാവുന്നു. പൊതുവേ ആളുകളുടെ ഒരു സാധാരണക്കാരൻ സംസാരിക്കുമ്പോൾ ഈ ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ സംഭവിക്കും, ഈ സാധനം ഇല്ലാതാവുന്ന പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നു? അല്ല, അങ്ങനെ ഒരു ചിന്ത പാർട്ടിയിലില്ല. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പ് നടന്ന ചില വിഷയങ്ങളുണ്ട്. പശ്ചിമ ബംഗാളായാലും അവിടെ ത്രിപുരയായാലും അതിൽ നിന്ന് നമ്മൾ ചില ലെസൺസും പാഠങ്ങൾ പഠിക്കണം. പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. പിണറായിയെ കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? എല്ലാവരും ആദ്യം ചോദിക്കാതെ പിണറായിയെ കുറിച്ച് എന്താണ്? വളരെ ദൃഢനിശ്ചയത്തോടെ
എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനും അത് നമ്മളൊക്കെ ഇടപെടുമ്പോഴും വളരെ ശ്രദ്ധയോടെ കേട്ട് പിന്നെ അതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ എന്തായാലും ചെയ്യും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിരന്തരം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് കുറേ കാലം കൊണ്ടു നടന്നു. അതിനുശേഷം നമുക്കറിയാം ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി ഇപ്പം മകള് ആരോപണ വിധേയമാകുന്നു. നിരന്തരം ഇങ്ങനെ ആരോപണ വിധേയനാകുന്ന ഒരു സ്ഥിതി. ഒന്ന് ഈ പ്രതിപക്ഷത്തിനും ശത്രുവർഗങ്ങൾക്കും അത്രയും ഒരു ദൃഢനിശ്ചയത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ എന്ന് അയാൾ തകർക്കുന്നതും എന്നാലേ മുന്നോട്ട് അവർക്ക് എന്തെങ്കിലും സാധ്യതയില്ലും എന്നുള്ള ഇതായിരിക്കണം. അതായിരിക്കണം ലക്ഷ്യമിടുന്നത്. പക്ഷേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരവധി നേതാക്കൾ വന്നിട്ടുണ്ട്. ഒരു കലക്റ്റീവായിട്ടാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് ഒരു സമരങ്ങളായാലും സർക്കാർ നടത്തിപ്പിൽ ആണെങ്കിലും നമ്മൾ എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അത് നടപ്പിലാക്കുന്നതിന് ഞാനായാലും സഖാവായാലും അത് നടപ്പിലാക്കുന്നതെന്നില്ല. അതിനോട് ഒരു ചോദ്യം കൂടി. ഈ 4ാം വയസ്സിൽ ഇവിടുന്ന് പോയല്ലോ, ഈ പിന്നെ കർണാടകയിലും ഡൽഹിയിലും ഒക്കെയാണല്ലോ ജീവിതം. എങ്ങനെ ഇത്ര നന്നായി മലയാളം പറയാൻ സാധിക്കും? മലയാളം ഞാൻ വീട്ടിൽ സംസാരിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. പിന്നീട് സത്യത്തിൽ മലയാളം വായിക്കാനും പഠിച്ചു. വായിക്കാൻ പഠിച്ച സിനിമ കാണുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമാ വാരികകൾ വായിക്കാനാണ്. ഇത്രയും പഠിച്ചു. എഴുത്തുകാരൻ എന്ന നിലക്ക് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഒരു എഴുത്തുകാരന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? വിജു കൃഷ്ണൻ. ഞാൻ സാധാരണ ഇതുവരെ ഒരു പുസ്തകം എന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ നിരവധി വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിലും മറ്റും ലേഖനങ്ങൾ സമാഹരിച്ചൊരു പുസ്തകമായി വരൂ. അത് അടുത്തൊരു ലെഫ്റ്റ് വേർഡ് ഒരു പുസ്തകത്തിലോട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ താങ്കളുടെ കുടുംബം പറഞ്ഞു, അച്ഛനും അമ്മയും പറഞ്ഞു. സഹോദരങ്ങൾ ആരൊക്കെയാണ്? അവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ ഏട്ടൻ ബാംഗ്ലൂരിലാണ് ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? വിനു കൃഷ്ണൻ. ഫുട്ബോൾ കളിക്കും. മാരീഡാണ്. അവരുടെ പേര് ലാവണ്യ. എന്ത് ചെയ്യുന്നു അവര്? അവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവരെത്ര മക്കളുണ്ട് അവർക്ക്? അവരും മക്കളില്ല. പിന്നെ നിങ്ങൾ 2 മക്കളേ ഉള്ളൂ? അല്ല, അനിയത്തിയുണ്ട്. അനിയത്തിയുടെ പേര്? അനിയത്തി സ്മിത കൃഷ്ണൻ. എവിടെയാണ്? ബാംഗ്ലൂർ തന്നെ. ബാംഗ്ലൂർ ബയോവേഴ്സിറ്റിയിൽ അവിടെ പ്രൊഫസറായിട്ട്. നിങ്ങളുടെ ബേസിക്കലി കർണാടക സെറ്റിൽ ടീമാണ് കംപ്ലീറ്റ് അല്ലേ? കർണാടക മലയാളികളാണ് അല്ലേ? അങ്ങനെ പറയാം. ഇപ്പൊ താങ്കൾ ഡൽഹി ആസ്ഥാനമായിട്ട് മാരീഡാണ്. എവിടുന്നാണ് ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്? JNU വെച്ച്. JNU. ആരാണത്? പേര് സമത. ഏത് നാട്ടുകാരിയാണ്? തെലുങ്കാന, ഖമ്മം. പ്രണയമായിരുന്നോ? ആണ്. പ്രണയം എത്ര ദിവസം പ്രണയിച്ചു? അത് 98 മുതൽ പരിചയമുണ്ട്. എവിടുന്നാണ് കണ്ടെത്തുന്നത്? JNUലാണ്. ഒരു പ്രണയം തോന്നുന്ന ഒരു ഇൻസിഡന്റ് ഓർമ്മ വരും പുതിയ ആളുകൾക്ക് പ്രണയിക്കുമ്പോൾ അതിൽ ഓർക്കാൻ? അങ്ങനെ ഒരു പ്രത്യേക ഒരേ ബാച്ചില ജൂനിയറാണ്. സംഘടനയിൽ ഒപ്പം പ്രവർത്തിച്ചാണ്. അവരിപ്പോ എന്ത് ചെയ്യുന്നു? ഇപ്പോ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ചറായിട്ട്. എവിടെയാണ്? ഡൽഹി തന്നെ. മക്കള്? ഒരു മോൾ. എന്ത് ചെയ്യുന്നു? മോളിപ്പോ 9ാം ക്ലാസ്. എന്താണ് പേര്? പേര് റിയ. മലയാളം പറയോ? മലയാളം പറയില്ല, മനസ്സിലാവും. തെലുങ്കും ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ് 4. സ്പാനിഷ് എങ്ങനെ കടന്നു വന്നു? സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. തെലുങ്ക് വീട്ടിൽ അമ്മ തെലുങ്കാണല്ലോ. ഞാൻ കൂടുതലും ഇല്ല അവിടെ. ശരി. നിങ്ങളുടെ അപ്പൊ അങ്ങനെ അപ്പൊ തെലുങ്ക് പഠിച്ചു, സ്പാനിഷ് പഠിച്ചു, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാതെ പറയണ്ടല്ലോ. പിന്നെ ഒരു ലാംഗ്വേജ് കൂടി ഉള്ളത് ഹിന്ദി. അപ്പൊ 4 ഭാഷ കൈകാര്യം. ഞാനും നിരവധി ഭാഷ കൈകാര്യം. ഏതൊക്കെ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു? ഞാൻ ഏകദേശം 11 ഭാഷ 11 ഭാഷകൾ കൈകാര്യം ചെയ്യും. ഏതൊക്കെയാണ്? അതിൽ 8ഓളം ഭാഷ വായിക്കും. 8ഓളം ഭാഷകൾ വായിക്കും, 11 ഭാഷകൾ കൈകാര്യം ചെയ്യും. ഇനി കേരളത്തിലേക്ക് പറിച്ചുവിടപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിന് വെളിയിലാണ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. ഇവിടെ നിരവധി വളരെ കഴിവുള്ള സഖാക്കൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇനിയുള്ള കാലം ഇന്ത്യയുടെ ഒരു ഭാവി എന്തായിരിക്കും? നമ്മുടെ സമയം തീരുകയാണ്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ ഭാവി? നമ്മളൊന്ന് കാണേണ്ടത് കേരളത്തിൽ മാത്രമാണ് CPM നയിക്കുന്ന ഒരു സർക്കാരില്ലേ. പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു അഭിമുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ഡേഞ്ചറസ് ആണ് എന്നാണ്. അപ്പോൾ ഇന്ന് ഈ
ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു ഐഡിയോളജിക്കൽ റെസിസ്റ്റൻസും രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും ഒരു റെസിസ്റ്റൻസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് CPIM ആണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറിയ തന്നെയാണ് ചെയ്യേണ്ടത്. കരിവള്ളൂരിൻ്റെ മണ്ണിൽ നിന്ന്, ഒരു കർഷക പോരാട്ടത്തിൻ്റെ മണ്ണിൽ നിന്ന് വളർന്ന് കർഷക സംഘടനയുടെ തലപ്പത്തെത്തി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര ചെറുതായിട്ടൊന്ന് നമ്മുടെ മുന്നിൽ, ഒത്തിരി പറയാനുണ്ട് ഇനിയും അദ്ദേഹം കടന്നുപോയ വഴികൾ, പക്ഷേ സമയപരിമിതിയിൽ അദ്ദേഹം നമ്മളോട് സംവദിച്ചിരിക്കുകയാണ്. അറിയാം നമുക്ക് വിജു കൃഷ്ണൻ എന്ന പൊതുപ്രവർത്തകനെ, അധ്യാപകനെ, എഴുത്തുകാരനെ, രാഷ്ട്രീയ നേതാവിനെ സക്സസ് സ്റ്റോറി എന്ന ഈ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. വിജു കൃഷ്ണൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും പ്രേക്ഷകർക്കും ഒപ്പം വിജു കൃഷ്ണനും നന്ദി, നമസ്കാരം.